എവിടെ എന്റെ ഫോൺ? സദാസമയം ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരുന്ന മനുഷ്യന് മനസ്സമാനം കിട്ടുമോ? ഉറങ്ങാൻ പറ്റുമോ? ഇത് ഓഫ് ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനും മേല. അതുകൊണ്ട് ഞാൻ ഈ ഫോൺ എടുത്ത് വെള്ളത്തിലിട്ടു. ഇനി പേടിക്കാനൊന്നുമില്ല. ഈ ബോംബും മറ്റും നിർവീര്യമാക്കുന്നത് വെള്ളത്തിലിട്ടല്ലേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നിർവീര്യമായി. കോളുമില്ല, മെസ്സേജും ഇല്ല. എന്തായാലും വാട്ടർ പ്രൂഫ് മൊബൈൽ കണ്ടുപിടിച്ചതിന്റെ പേറ്റന്റ് ജെയിംസിനുള്ളതാ. എല്ലാവരും കൂടെ എന്നെ വിഡ്ഢിവേഷം കെട്ടിക്കല്ലേ? മറ്റാരും നിന്നെ ഒരു വേഷവും കെട്ടിക്കുന്നില്ല നീരജ്. നീ തന്നെത്താൻ വിഡ്ഢിയാവുന്നതാ. നിനക്ക് കിട്ടിയ നല്ലൊരു ജീവിതം നീ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാ ഈ മൊബൈലിലെ കുട്ടികളെയും കൊണ്ട് കാലം കഴിക്കുന്നത്. എന്റെ ജീവിതം ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിനക്കിതുവരെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല നീരജ്. കണ്ടില്ലേ, നഷ്ടപ്പെട്ടെന്ന് നീ കരുതിയ മൊബൈൽ ഫോൺ പോലും ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടിയില്ലേ. ഇതാ പിടിച്ചോ. നീ എന്റെ നെഞ്ചത്തിനിട്ട് അതറിഞ്ഞെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ശകല ഉന്നം പഴച്ചു. സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എപ്പോഴെങ്കിലും നിന്നെ ഞാൻ ശരിയാക്കും. എന്റെ ഫോൺ വാങ്ങി നശിപ്പിക്കാൻ നിനക്ക് എന്താ അധികാരം? നിനക്ക് എന്നതിനടി ഫോൺ? കടിക്കുന്ന പട്ടിക്ക് എന്തിനാ തല എന്ന് കേട്ടിട്ടില്ലേ? എന്താ സുഖ വിശേഷം? ചന്ദ്രേട്ട, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭയങ്കര പ്രശ്നമാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നീ എന്നെ വിളിക്കൂ. അല്ലാതെ സ്നേഹത്തോടെ വിളിച്ച് സുഖമാണോ ചന്ദ്രേട്ട എന്നുള്ള ചോദ്യമൊന്നും ഇല്ലല്ലോ. ആ കേക്കട്ടെ, പറ. അങ്ങനെയൊന്നും പറയില്ലേ ചന്ദ്രേട്ട. ഒരു സഹായം വേണ്ടി വന്ന വിളിക്കാൻ എനിക്ക് വേറെ ആരാ ഉള്ളത്? എന്തിനും പോന്ന നിന്റെ മോനില്ലേടി സഹായത്തിന്? ആ നീ കാര്യം പറ. അമ്മൂനോട് പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചത്തെ കാലാവധി നാളെ തീരും ചന്ദ്രേട്ട. നാളെ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ആ അതൊക്കെ നീയും നിന്റെ മോനും കൂടെ എങ്ങനാന്ന് വെച്ചാ തീരുമാനിച്ചോ. നിന്റെ വീടിന്റെ പ്രമാണം നിന്റെ മോൻ കാരണം അന്യാധീനപ്പെട്ടു പോയത്. അതിനെനിക്കൊന്നും ചെയ്യാനില്ല. എല്ലാം ചന്ദ്രേട്ടൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ചന്ദ്രേട്ടനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ നിന്റെ മകൻ പലതും ചെയ്തു. അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് വേണ്ടാത്ത പല കാര്യങ്ങൾക്ക് ഞാൻ കൊണ്ട് തലയിട്ടു. ഒടുവിൽ അവൻ എനിക്കിട്ട് തന്നെ പാര വെക്കുകയും ചെയ്തു. അതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല ചന്ദ്രേട്ട. എന്റെ മനസ്സിൽ നിന്ന് അതൊന്നും അത്ര പെട്ടെന്നൊന്നും പോവുകയല്ലേ സുധേ. നിന്റെ മോൻ ഇനി എന്റെ ശത്രു തന്നെ. അക്കാര്യം തുറന്നു പറഞ്ഞിട്ടാ അന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ അതൊക്കെ, ഇല്ലേ? ഒരു ആപത്ത് വരുമ്പോഴല്ലേ ചന്ദ്രേട്ട നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിന്റെ ദോഷം നമുക്ക് രണ്ടു കൂട്ടർക്കുവാ. നാളെ വീട് ഒഴിഞ്ഞു കൊടുക്കുമ്പോ ഞങ്ങൾ എങ്ങോട്ട് പോവാണെന്ന് കൂടി ചന്ദ്രേട്ടൻ ഒന്ന് പറ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? ഞാനാരാ? നിനക്ക് നിന്റെ മോനല്ലേ വലുത്. ശവത്തി കുത്തല്ലേ ചന്ദ്രേട്ട. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്റെ മോൻ അറിവില്ലാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രേട്ടൻ അങ്ങ് ക്ഷമിക്കേ. അല്ല ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊരു പുതിയ വീടെടുത്ത് തരാനൊന്നും എനിക്കിപ്പോ പറ്റില്ല. എന്റെ കയ്യിൽ അതിനുള്ള പണവും ഇല്ല. ഞങ്ങള് അങ്ങോട്ട് വരട്ടെ ചന്ദ്രേട്ട. അല്ലാതെ ഞങ്ങൾ വേറെ എവിടെ പോകും? അവിടെ ആവുമ്പോ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വലിയ വീടല്ലേ, കുറച്ചു കാലത്തേക്ക് മതി. വീട് വലുതായിട്ട് കാര്യമില്ല സുധേ. താമസിക്കാനുള്ള സൗകര്യം കുറവാ. അത് നമ്മുടെ തറവാടല്ലേ ചന്ദ്രേട്ട. തറവാട്ടിൽ താമസിക്കാൻ എല്ലാവർക്കും അവകാശമില്ലേ? നീ കണക്കുറയാണോടി? തറവാടൊക്കെ പണ്ട് ഞാൻ കാശ് ചെലവാക്കി പുതുക്കി പണിഞ്ഞ വീടാ ഇപ്പോ ഉള്ളത്. അവകാശം പറഞ്ഞോണ്ട് ഇങ്ങോട്ടാരും വരണ്ട. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും ചന്ദ്രേട്ട? നീ ഒരു കാര്യം ചെയ്യ്, നരേന്ദ്രന്റെ വീട്ടിലോട്ടല്ലേ. ഒന്നുകിൽ നമ്മുടെ പ്രോപ്പർട്ടികളുടെ പ്രമാണം, അല്ലെങ്കിൽ 1.5 കോടി രൂപയെന്ന
അവര് പറഞ്ഞിരിക്കുന്ന വാക്ക്. അത് അവര് തന്നെ തെറ്റിച്ചത്. നീ അവരുടെ വീട്ടിലോട്ട് എന്ന് കേറി അങ്ങ് താമസിക്കണം, അത്ര തന്നെ. അതുവല്ലോ അവര് സമ്മതിക്കോ ചന്ദ്രേട്ടാ? എടി, എല്ലാ കാര്യങ്ങൾക്കും എല്ലാരോടും അനുവാദം ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇപ്പൊ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ അവര് കുടുങ്ങുമെന്ന് പറ. അവന്മാർക്ക് വേണ്ടിയാ നിന്റെ മോൻ തമ്പിയെ തട്ടിയത്. തമ്പിയില്ലാത്തതിന്റെ ഗുണഫലം ഇപ്പൊ അനുഭവിക്കുന്നത് കുഞ്ഞമ്മ മക്കളുമല്ലേ. ആ നിലയ്ക്ക് നമ്മളെ സഹായിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഈ ന്യായം വലുത് അവരുടെ അടുത്ത് വില പോവോ ചന്ദ്രേട്ടാ? മര്യാദയ്ക്ക് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തണം. അതിനും വഴങ്ങുന്നില്ലെങ്കിൽ ബലമായിട്ട് അവരുടെ വീട്ടിൽ കയറി അങ്ങ് താമസിക്കണം. ആ, അതൊക്കെ നിന്റെ മോന്റെയും സാമർഥ്യം പോലെ ഇരിക്കും. സാമർഥ്യക്കാരാണല്ലോ നിങ്ങൾ രണ്ടുപേരും. ആ, ഞാൻ വെക്കുക, എനിക്ക് വേറെ പണിയുണ്ട്. ചന്ദ്രേട്ടാ, ഇവിടെയെങ്കിലും ഒരു ആളനക്കം ഇല്ലല്ലോ. എല്ലാരും ഇവിടെ പോയി? വിജി രാവിലെ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞു കേട്ടു. പോയി കാണുമായിരിക്കും. ജേട്ടനും പോയോ? അവള് വിളിച്ചോണ്ട് പോയി കാണും. അമ്പലം ഇവിടെ അടുത്തല്ലേ? ഇവിടെ നിന്ന് 100 തവണ പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക. ഇനി അവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അടുക്കളയിൽ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. അമ്മ ശരിക്കും നോക്കിയോ? നോക്കി. രാവിലെ തിളപ്പിച്ച കുറച്ച് തണുത്ത ചായ അവിടെ ഇരിപ്പുണ്ട്. കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാതെ വിജയേട്ടത്തി പോവോ? അങ്ങനെ ഒരു പതിവില്ലല്ലോ. വിജിതേ, ഒന്നിങ്ങി വന്നേ. എന്താ അമ്മേ? ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല. അതെന്താ? എനിക്ക് രാവിലെ അമ്പലത്തിൽ പോണമായിരുന്നു. നീ ഇതിനു മുൻപ് അമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ. അന്നിങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എടാ ജയ, പെറ്റമ്മയും കൂടപ്പുറപ്പിനെയും പട്ടിണിക്കിടുന്നതാണോ ചേഞ്ച്? അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഈ വീട്ടിൽ ഇന്ന് ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അമ്മയ്ക്ക് അറിയില്ലേ ചോറും കറിയും വെക്കാൻ? ഞാനായിരുന്നോ ഇതുവരെ ഇതെല്ലാം ചെയ്തോണ്ടിരുന്നത്? അവള് പറഞ്ഞില്ലേ ഇനി ഒരു ചേഞ്ച് ആവാന്ന്. അപ്പൊ നിങ്ങൾക്കും ഒന്നും കഴിക്കണ്ടേ? ഞങ്ങള് പുറത്തുനിന്ന് കഴിച്ചു. ഇനി വിശക്കുമ്പോ ആലോചിച്ചാ മതിയല്ലോ. അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ? ഇതൊരു സമരമുറയാ. അതെ, സമരമുറ തന്നെയാ. വല്ലവന്റെ വൈരിക്കുന്ന തെറിയും കേൾക്കണം, വെച്ച് വിളമ്പി കൊടുക്കുകയും വേണം. എനിക്കെന്താ ഭ്രാന്തുണ്ടോ? എന്താ ജയ ഇതിന്റെ ഒക്കെ അർത്ഥം? അവൾ ഇനി ആർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത്ര തന്നെ. എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം വേണം. വീട് തൂത്തു ഉടയ്ക്കാൻ അവള് വേണം. തുണി തിരുമാനും ഇസ്തിരി ഇടാനും ഒക്കെ അവള് വേണം. ഒരു അലമാര എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തായിരുന്നു ഇവിടുത്തെ ഭൂകമ്പം. വിജയേട്ടത്തിയുടെ വീട്ടിലേക്ക് അലമാര ദാനം ചെയ്യാൻ പറ്റാത്തതിന്റെ പക വീട്ടിലായത്. നടക്കട്ടെ. അവളെന്തിനാ നന്ദിയില്ലാത്തവന്മാർക്ക് വേണ്ടിയിട്ട് ജോലി എടുക്കുന്നേ? എന്റെ ഭാര്യ എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, അതിനുള്ള ആരോഗ്യമുണ്ട്. വിജി ഇനി ഈ വീട്ടിൽ ആർക്ക് വേണ്ടിയിട്ടും വെച്ച് വിളമ്പാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങൾക്കും അറിയാം ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാൻ. നിങ്ങൾ കഴിച്ചോ? അതിന് ജയേട്ടന്റെ ചീട്ടൊന്നും വേണ്ട. അമ്മേ, എന്തായാലും കൊത്തിപ്പിരിയ. ഈ വീട്ടിലെ സകല സാധനങ്ങളും ഇപ്പൊ തന്നെ പങ്കിടണം. ഞാൻ റെഡിയാ പങ്കിടാൻ. പിന്നെ അവനവന്റെ ഇഷ്ടം പോലെ ചെയ്യാലോ. ഈ വീടിന്റെയും സകല സ്വത്തുക്കളുടെയും പകുതി എനിക്ക്, ബാക്കി പകുതി ദേവൻ എടുത്തോട്ടെ. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതിയോ? എനിക്കിവിടെ ഒരു അവകാശവും ഇല്ലേ? അമ്മ അവന്റെ കൂടെ അല്ലേ, പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു വീതം? ആഹാ, ഇപ്പൊ നീയും എന്നെ തള്ളിക്കളഞ്ഞല്ലോ. നീയും നിന്റെ ഭാര്യയും ഒറ്റക്കെട്ട്. നാളെ അവനും എന്നെ തള്ളിക്കളഞ്ഞാലോ? ഞാൻ നടു റോഡിൽ ഇറങ്ങി തെണ്ടണോ? പങ്കിടുന്നെങ്കിൽ 3 ആയിട്ട് പങ്കിടണം. 3-1 എനിക്ക്, 3-1 അമ്മയ്ക്ക്. അപ്പൊ എനിക്കൊരു അവകാശം ഇവിടെ ഇല്ലേ? 4 ആയിട്ട് പങ്കിടണം. ഒരു പങ്ക് എനിക്കും കിട്ടണം. അതങ്ങ് വൈകുണ്ഠത്ത് പോയി പറഞ്ഞാ മതി.
വിജയേട്ടത്തേക്ക് വേണമെങ്കിൽ വിജയേട്ടത്തിന്റെ തന്റെ അടുത്ത് പോയി ചോദിക്കണം. അയാളാണല്ലോ സൃഷ്ടികർത്താവ്. ജേട്ടാ ജേട്ടാ ഇത് കേട്ടില്ലേ ഇവൻ എന്റെ തന്തയ്ക്ക് വിളിച്ചത്? ഞങ്ങൾ അമ്മയും മക്കളും കൂടെ സ്വത്ത് പങ്കിടുന്നിടത്ത് അവകാശം പറയാൻ വന്നാൽ തന്തയ്ക്ക് മാത്രമല്ല തള്ളയ്ക്ക് പറയും. പിന്നെ നിന്റെ അച്ഛന്റെ വകയല്ലേ ഈ കാണുന്ന സ്വത്തല്ല? എന്റെ മാത്രമല്ല അച്ഛൻ, ജയേട്ടന്റെയും കൂടിയാ. സ്വന്തം ഭർത്താവിന്റെ അച്ഛനെ വിളിക്കുന്ന ഭാര്യയ്ക്ക് വീതം കൊടുക്കേണ്ടത് ചെകിട്ടത്താ. അമ്മേ, 3 പങ്കിടാമെങ്കിൽ പങ്കിട്ടോ. ഇല്ലെങ്കിൽ ഈ സ്വത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അനുഭവിക്കാമെന്ന് ആരും കരുതണ്ട. ശരി, 3 എങ്കിൽ 3. ആർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ പങ്കിട്ടോ. പക്ഷെ ന്യായമായിരിക്കണം പങ്കിടൽ. എന്റെ ആങ്ങളയുടെ സ്വത്തല്ലേ, ഞാൻ പറയുന്ന പോലെ അങ്ങ് കേട്ടാ മതി. ആദ്യം ഈ വീട് ഭാഗം ചെയ്യാം. താഴത്തെ നില എനിക്ക്, എന്ന് വെച്ചാ താഴത്തെ നിലയിലുള്ള എല്ലാ സാധനങ്ങളും. രണ്ടാമത്തെ നില ജയശീലിന്, ഫർണിച്ചർ അടക്കം. മൂന്നാമത്തെ നില ദേവരാജന്. ജയനോ വിജിതയോ അങ്ങോട്ട് കേറാൻ പോലും പാടില്ല. കോമ്പൗണ്ടും മുറ്റവും കോണിപ്പടിയും അടുക്കളയും ഊണുമുറിയും എല്ലാവർക്കും ഉപയോഗിക്കാം. ദേ, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അമ്മ പറഞ്ഞതാ ന്യായം. എനിക്ക് സമ്മതം. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പിന്നെ ബാക്കി സ്വത്തുക്കളുടെ കാര്യവും, തോട്ടം, കെട്ടിടങ്ങള്, ഫാം ഹൗസ്, അതെല്ലാം നമ്മുടെ കൈവശത്തോടൊന്ന് കിട്ടട്ടെ, എന്നിട്ട് ഭാഗം വെക്കാം. തൽക്കാലം ഈ വീട്ടിലെ വഴക്കൊന്ന് തീരട്ടെ. എല്ലാ സ്വത്തും 3 ഭാഗിക്കണം. ഓരോന്നിന്റെയും മൂല്യം കണക്കാക്കാൻ നല്ലൊരു അഡ്വക്കേറ്റിനെയും വയ്ക്കണം. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. ഇവിടെ കിടന്ന് കൂടപ്പുറപ്പുകൾ തമ്മിൽ അടി കൂടരുത്. പിന്നെ ഇനി അവരവർക്ക് വേണ്ടതൊക്കെ തന്നെത്താനെ വെച്ച് കഴിച്ചോണം. എന്റെ ഭാര്യ ഉണ്ടാക്കുന്നതൊക്കെ തൊട്ടു നോക്കാൻ ഇനി ഒരുത്തനും വന്നേക്കരുത്. എന്റെ പട്ടി വരും. എന്റെയും ദേവന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എനിക്ക് ഇത്രയും ജോലി കുറഞ്ഞേനെ. വാ ചേട്ടാ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാം. ഇപ്പൊ തന്നെ തൃപ്തിയായി. വരൂ. എന്താടി? അവര് വന്നിരിക്കുന്നു. ആര്? ആ അമ്മുവും പിന്നെ അന്ന് കൂടെ വന്ന ഒരാളില്ലേ, ശിവാജിയോ അങ്ങനെ എന്തോ പേരുള്ള. അവരെന്തെങ്കിലും പറഞ്ഞോ? കണ്ട ഉടനെ ഞാൻ പിന്നിലൂടെ കയറിങ്ങി പോന്നു. വേറെ ആരെങ്കിലും ഉണ്ട് കൂടെ? പോലീസോ കോടതി നിന്നുള്ളവരോ അങ്ങനെ ആരെങ്കിലും? ഞാൻ വേറെ ആരെയും കണ്ടില്ല. നീ വയ്ക്കൂ. തുറക്കുന്നില്ലല്ലോ. ഒന്നുകൂടി ബെല്ലടിക്കാം.
ചെറിയമ്മ ലോൺ അടയ്ക്കാൻ ആവശ്യപ്പെട്ട കാലാവധി പറയണ്ട, മനസ്സിലായി. നീ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വന്നതാണല്ലേടി? നിങ്ങൾ ആവശ്യപ്പെട്ട അത്രയും സമയം ഞാൻ തന്നു, അത് കഴിഞ്ഞു. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുമെന്നുള്ളത് എന്നോട് ചോദിച്ചാൽ മതി. ചെയ്യുന്ന ആള് ഞാനാ. ഞാൻ എന്തു ചെയ്യും? നീ എന്നെ ബലം പ്രയോഗിച്ച് ഇറക്കോ ഇവിടുന്ന്? പോകാൻ പറ്റില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുമായിട്ട് ഒരു സംഭാഷണമില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. വേണ്ട ശിവജി, പോകാൻ പറ്റില്ല എന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ. എന്നാലൊരു കരുതൽ വേണം മേം സാർ. ആ ഹലോ, ആ ശിവജിയാ. ആ നിങ്ങൾ റെഡിയാണല്ലോ? ആ ചിലപ്പം വേണ്ടി വന്നേക്കും. 1 മണിക്കൂറിനകം എത്തണം. ആ എല്ലാം കരുതിക്കണം. ഓക്കെ. മാഡം, ഇന്ന് വീട് ഒഴിഞ്ഞു തരാൻ പറ്റുമോ ഇല്ലയോ? ഇപ്പം കിട്ടണം മറുപടി. എന്തു പറയുന്നു? എനിക്കൊന്നുകൂടി ആലോചിക്കണം. ശരി, 1 മണിക്കൂർ സമയം തരാം. നിങ്ങൾ ആലോചിക്കേ. ഞാൻ എന്ത് പറയാനാ? നീ വലിയ വീമ്പെടുക്കുമായിരുന്നല്ലോ. അവളിങ്ങോട്ട് ഇറക്കി വിടാൻ വരട്ടെ, ആട്ടി ഓടിക്കും, വേറെ പണി കണ്ടിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ ഇപ്പം നമ്മുടെ സ്ഥിതി അല്പം മോശാമേ. അവന്മാരെല്ലാം കൂടി വിക്രമനെ പിടിച്ച് കുറെ സത്യങ്ങളെല്ലാം പറയിപ്പിച്ചില്ലേ? പുനലൂരിലെ കാർ ആക്സിഡന്റും ബന്ദിപ്പൂരിൽ ഞാനും ചന്ദ്രമോഹനങ്ങളും പോയതും നരേന്ദ്ര നബിയെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുത്തതും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവരിതുവരെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെയ്താൽ ഞാനും ചന്ദ്രമോഹനങ്ങളും വിക്രമനും ഒക്കെ ജയിലിൽ കയറേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാ നീ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെച്ചത്? ഞാൻ ഈ വീട് രക്ഷിക്കാൻ വേണ്ടി ചെയ്താമേ. എന്നിട്ട് വീട് രക്ഷപ്പെട്ടോടാ? പെട്ടിയും കിടക്കെ എല്ലായിടത്തോണ്ട് പിറകണ്ട ഇവിടുന്ന്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരറിഞ്ഞു? ഈ വീട് കൊണ്ടുപോയി പണയപ്പെടുത്താൻ ഇടവരുത്തിയതും നീ തന്നെയല്ലേടാ? അമ്മ അങ്ങനെ പറയരുത്. വീടും മറ്റു പ്രോപ്പർട്ടികളും എന്തിനാ പണയപ്പെടുത്തിയത്? എന്തിനാ? പാലപ്പടിക്കൽ ഫിനാൻസിന്റെയും ഇൻവെസ്റ്റ്മെന്റ്സിന്റെയും ചിട്ടിയുടെയും കുടിശ്ശിക തീർക്കാൻ. ആളുകൾ പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ആ കുടിശ്ശിക എങ്ങനെ വന്നടാ? വിജയേട്ടനുണ്ടായിരുന്നപ്പോ കുടിശ്ശികയോ മറ്റു ബാധ്യതകളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നീയും ചന്ദ്രനും കൂടി ഫൈനാൻസും ചിട്ടി ഫണ്ടും ഏറ്റെടുത്തതിന് ശേഷമാണല്ലോ എല്ലാ ബാധ്യതകളും ഉണ്ടായത്. നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം തൂത്തുവാരിയില്ലടാ. ഞാനൊന്നും എടുത്തിട്ടില്ല. ചന്ദ്രമോഹൻ അങ്കിളാ വാരിക്കൊണ്ടുപോയത്. മുമ്പ് ഇരുന്നപ്പോ തന്നെ 1.5 കോടി വെട്ടിച്ചു. അതിനാ പിരിച്ചുവിട്ടത്. പിന്നെ നരേന്ദ്രൻ തമ്പിക്ക് പ്രോപ്പർട്ടി പണയപ്പെടുത്തി കിട്ടിയ തുകയുടെ പകുതിയും ചന്ദ്രമോഹൻ അങ്കിളാ അടിച്ചു മാറ്റിയത്. എന്നിട്ട് നീ അതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എനിക്ക് കുറച്ച് പണം വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടായിരുന്നത്. എന്നിട്ട് ചന്ദ്രേട്ടൻ പറഞ്ഞ നേരെ മറിച്ചാണല്ലോ. നീ എല്ലാം കുത്തിമാരിക്കൊണ്ട് പോയെന്നാണല്ലോ. അമ്മ ഇനി പഴങ്കഥ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വീട് രക്ഷിക്കാൻ നോക്കിയത്രേ. നിങ്ങൾ രണ്ടുപേരും കൂടി ഈ കുടുംബം നശിപ്പിക്കാൻ നോക്കിയെന്ന് പറ. അമ്മ എന്തായി പറയുന്നത്? 2 കോടി രൂപ കടം വന്ന നശിച്ചു പോകുന്നതാണോ പാലപ്പടിക്ക കുടുംബം? എന്നാ പിന്നെ നീ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്ക്. നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയും? എന്റെ പെൺമക്കളോട് പറയാൻ പറ്റുമോ? അവരും കൂടി അനുഭവിക്കേണ്ട സ്വത്തല്ലടാ നീയൊക്കെ കൊണ്ടുപോയി നശിപ്പിച്ചത്. അവര് നാളെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? ഇതൊക്കെ ആവുമ്പോ നേരത്തെ ആലോചിക്കണമായിരുന്നു, ഇപ്പൊ അല്ല. എന്ന് വെച്ചാ എന്താണ് നീ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മക്ക് എന്നെ കുറെ നിയന്ത്രിക്കാമായിരുന്നു. ഈ
വീട് കൊണ്ടുപോയി പണയപ്പെടുത്താൻ ഇടവരുത്തിയതും നീ തന്നെയല്ലേടാ. എല്ലാം അസലായടാ. ഞാനിത് കേൾക്കേണ്ടവളാ. ഹാ, അമ്മ ചുമ്മാ അതും ഇതും പറയാതെ ആ ചന്ദ്രമോഹൻ അങ്കിളിനെ ഒന്ന് വിളിച്ചു നോക്ക്. എന്തിന്? ചന്ദ്രേട്ടന് നീ പിണക്കിയില്ലേ? എന്നോടല്ലേ പിണക്കമുള്ളൂ. അമ്മ ഒന്ന് വിളിച്ചു നോക്കൂ. അതിന് എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട. നിനക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അമ്മക്കറിയാലോ ഞാൻ അങ്ങേയറ്റ ഹെൽപ്ലെസ് ആയിപ്പോ. എവിടെയാ ശിവജി അച്ഛൻ്റെ അന്ത്യവിശ്രമം? എനിക്ക് തോന്നി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം എന്നും ഒപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. രണ്ടുപേരുടെയും സ്നേഹം കുറച്ചു കാലമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂവെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ ഓർമ്മിക്കാൻ അത് മതി എനിക്ക്.